ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കൊടുക്കാം. 6,10,000 രൂപ കൊടുക്കാം. ഒരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് ഒരു സബോമീറ്റർ സ്റ്റോവില്ല ഏകദേശം നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? ഓ ഫുൾ ലോൺ തീർച്ചയായും ചെയ്യാം. ഫുൾ ലോൺ ക്യാഷ് ബാക്ക് തന്നെ കിട്ടും. ക്യാഷ് ബാക്ക് തന്നെ കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. അതും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ 7 സീറ്റർ. 1 വർഷത്തെ വാറന്റി നമുക്ക് കൊടുക്കും. ഇതിന്റെ പ്രൈസാണ് നെറ്റിക്കുന്ന പ്രൈസ്. കാരണം ചെറിയൊരു പൈസക്ക് 7 സീറ്റർ തന്നെ ചെറിയൊരു ക്രെറ്റ ഇതേപോലത്തെ ഒരു എടുക്കുന്ന ഒരു ആളുകൾക്ക് ഒരു പ്രീമിയം കാറ് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അതായത് നമുക്ക് ഒരു SUV ഒക്കെ വാങ്ങുന്ന പ്രൈസിനാണ് നിങ്ങൾ തരാൻ പോകുന്നത്. ഇത് 2023 ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, 7 സീറ്റർ ആണ്. ഇവിടെ എന്തൊക്കെയോ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാനക എന്താണ് പരിപാടി? ഇതറിയില്ലേ, ഇത് നമ്മളെ മാനസ് കാർ വേൾഡിന്റെ ഒരു പ്രീമിയം ഷോറൂം വരാൻ പോവാണ്. അപ്പൊ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമുക്കൊരു അടുത്ത ഷോറൂം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് പറഞ്ഞത്. അപ്പൊ ആ ഒരു സ്പേസ് ആണ് അത്. പക്ഷെ എല്ലാം വിശാലമായിട്ട് തന്നെ വരാൻ പോകുന്നതില്ല. അതെ, ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. മാനസ് കാർ വേൾഡിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റ് ഒരു ഷോറൂം വരുന്നുണ്ട്. 2 ഇതിലാണ് വരുന്നത്. അതിന്റെ പേര് M2 Lux എന്നാണ്. M2 Lux. അത് എന്താ വെച്ചാല് ലക്ഷറി കാറുകൾക്കായിട്ടുള്ള ഷോറൂം M2 Lux ആയിട്ടും നമ്മളിപ്പോഴുള്ള കാറുകളായിട്ട് മാനസ് കാർ വേൾഡിന്റെ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും 15,000 സ്ക്വയർ ഫീറ്റിലാണ് മാനസ് കാർ വേൾഡിന് ഒരു ഷോറൂം വരാൻ പോകുന്നത്. അപ്പൊ ഉടൻ തന്നെ അതിന്റെ ഉദ്ഘാടനം ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം വിപുലമായിട്ട് പ്രീമിയം വെഹിക്കിള് ലാസ്റ്റ് വീഡിയോ നമ്മൾ അതുകൊണ്ട് വീട്ടിൽ നിന്നായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പൊ അതിന് വേണ്ടി നല്ലൊരു ഗംഭീരമായിട്ടൊരു ഏരിയ. അപ്പൊ ഇതേപോലെ ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. നിങ്ങൾ മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മളൊരു വിജയം എന്ന് പറയുന്നില്ല മാനിക. അപ്പൊ നമ്മുടെ നേരെ നമ്മൾ നിലവിലുള്ള ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു ഷോറൂം വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ രണ്ടും നമുക്ക് അടുത്ത് തന്നെയാണ് നമുക്ക് വരുന്നത്. അതെ. അപ്പൊ ഈ ഇത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷോറൂമാണ് കാണുന്നത്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് ഈ ആ ഷോറൂം അവിടെ നിലനിന്നുകൊണ്ട് തന്നെയാണ് ഈ ഷോറൂം ഇവിടെ ഓപ്പൺ ആവുന്നത്. അപ്പൊ രണ്ടും നമുക്ക് ഉണ്ടാവും. അതെ, പുതിയ ഷോറൂം അതിന് കണക്കായിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് നമ്മള് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മാനിക. എങ്ങനെയായിരുന്നു നമ്മളൊരു പ്ലാന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അടിപൊളി പേരൊക്കെയാണ് കൊടുക്കുന്നത് അല്ലേ? അതായത് അവിടെ മാനസ് കാർ വേൾഡിന്റെ ലക്ഷറി കാറുകൾക്ക് ഒരു ഷോറൂം വരുന്നുണ്ട്. അതിന്റെ പേരാണ് M2 Lux. അപ്പൊ അതിനോട് ജോയിന്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ മാനുക നമ്മൾ ഈ ഒരു M2 Lux എന്നുള്ളൊരു പേര് ഇടാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതായത് ഒന്നുമില്ല, മാനൂസ് ടു ലക്ഷറി. വർഷങ്ങളായിട്ട് മാനുക 26ാമത്തെ വർഷം, 26ാമത്തെ കൊല്ലാണ്. അപ്പൊ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് എന്ന വലിയൊരു ഘടകമാണ്. അതായത് 2002 രണ്ട് വാഹനങ്ങൾ നിർത്തി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് നമ്മളുടെ. 2015 അത് മാനസ് കാർ ഗാലറി എന്ന് പറഞ്ഞിട്ടും 2022 മാനസ് കാർ വേൾഡ് പറഞ്ഞിട്ടും 2025 ലാസ്റ്റോട് കൂടി അത് മാനസ് കാർ വേൾഡിന്റെ തന്നെ മാനസ് കാർ വേൾഡിന്റെ തന്നെ M2 Lux എന്ന ഒരു സെഗ്മെന്റിലേക്ക് കൂടി മാറും. അപ്പൊ നമ്മള് ഘട്ടം ഘട്ടമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. പക്ഷെ നല്ല ഹയർ ആക്കട്ടെ. നമുക്ക് എന്താ വെച്ചാൽ ഇത്രയും കൊല്ലമായിട്ട് നല്ല ഡെവലപ്മെന്റ് വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും എങ്ങനെ സക്സസ് ചെയ്യാൻ എനിക്കും മാനസ് കാർ വേൾഡിനും വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പ്രയത്നം കൊണ്ടോ ഹാർഡ് വർക്ക് കൊണ്ടോ ഒന്നും ഒരിക്കലും അല്ല. അത് എനിക്ക് കിട്ടിയ സപ്പോർട്ട്, എൻ്റെ കസ്റ്റമേഴ്സിൻ്റെയൊന്നും എനിക്ക് കിട്ടിയ സപ്പോർട്ട്, എൻ്റെ ഫ്രണ്ട്സ് കൂട്ടുകാരെല്ലാവരെയും എനിക്ക് കിട്ടിയ ഒറ്റ സപ്പോർട്ടിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആ സപ്പോർട്ട് വീണ്ടും ഉണ്ടെങ്കിൽ മാനു ഇനിയും വളർന്നു വലുതാവും. അത് നിലനിർത്തി തരട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ കൂടെ ഉണ്ടാവുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നും നമുക്ക് നല്ല കളക്ഷനും കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ മാനിക്ക് നമുക്ക് നല്ലൊരു ഓഫർ കൊടുക്കാം. അപ്പൊ അടുത്ത മാസം റെന്റിങ് ആവാനായി. അതിന്റെ മുമ്പേ നമുക്ക് മാക്സിമം ഫുൾ ഓണിലൊക്കെ വാഹനങ്ങൾ കൊടുക്കാമല്ലോ മാനിക. അപ്പൊ അതായത് നിങ്ങൾക്ക് വാഹനം എടുക്കാൻ പലർക്കും എന്താ വെച്ചാൽ ഇനീഷ്യൽ പേയ്മെന്റ് ചിലപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ EMI അടച്ചു പോകാൻ എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരം ആളുകൾക്ക് വേണ്ടി ഒത്തിരി നമുക്ക് പിന്നെ ലക്ഷറി വാഹനങ്ങൾ, അതായത് നമുക്ക് ഒത്തിരി 7 സീറ്ററുകളും അതേപോലെ തന്നെ പ്രീമിയം സെഗ്മെന്റ് SUV-കളൊക്കെ ഉള്ള നല്ലൊരു പാർട്ടി, അതും ഫുൾ ഓണിൽ അല്ല മാനിക. നമ്മുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണ് നിങ്ങൾ. വാറണ്ടി നമ്മൾ അവർക്ക് ആവശ്യപ്പെടുന്നതിന് 1 വർഷത്തെ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാനിക നമുക്കൊന്ന് ലൊക്കേഷൻ പറഞ്ഞാണ് പുതുതായിട്ട് ആരെങ്കിലും. അതിന്റെ മുമ്പ് ഒരു കാര്യം പറയാം. കാരണം വാറണ്ടി ആവശ്യപ്പെടുന്നതെന്ന് പറയാൻ കാരണം നമ്മളിലുള്ള അധിക കാറുകളും അണ്ടർ വാറണ്ടിയിലാണ്. കമ്പനി ഏറ്റവും അണ്ടർ വാറണ്ടിയിലാണ്. ഇനി ഇല്ലാത്ത വാഹനങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് 1 വർഷത്തെ വാറണ്ടി കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് ചെയ്യാനും പറ്റും. അപ്പൊ ടെൻഷൻ ഫ്രീ ആയിട്ട് പുതിയ വാഹനം എടുക്കുന്ന പോലെ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ പുതിയ ഒരു വാഹനം എങ്ങനെ എടുക്കുന്നു അതേപോലെ എല്ലാ സർവീസും നമ്മൾ ഇതിൽ കൊടുക്കാൻ പറ്റും.
നമ്മളെ ലൊക്കേഷൻ ആരെങ്കിലും പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പ്രം നെറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് എയർപോർട്ടിന്റെ 12 കിലോമീറ്റർ ചുറ്റളവിൽ, അതായത് നേരെ നാഷണൽ ഹൈവേയിൽ പാലക്കാട് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ മാനൂസ് കാർ വേൾഡിൽ എത്തും. അതുപോലെ മഞ്ചേരി ടൗണിൽ നിന്ന് മലപ്പുറം ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ മാനൂസ് കാർ വേൾഡിൽ എത്താൻ പറ്റും. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ മാനൂസ് കാർ വേൾഡ് അടിച്ചിന്റെ കറക്റ്റ് ലൊക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ബൈബാക്ക് ഗ്യാരണ്ടി, എഗ്രിമെന്റൽ വാറണ്ടി എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഷോറൂമാണ്. കൂടാതെ നമുക്കിവിടെ അതർ സ്റ്റേറ്റ് വെഹിക്കിൾസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു അട്രാക്ഷന്. പിന്നെ മാനുക്ക വാങ്ങിയിട്ട് സെല് ചെയ്യുന്ന വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനുക്ക സ്വന്തം വാഹനം പോലെ എടുത്ത് നമുക്ക് തരികയാണെന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷൻ. അതായത് ഇവിടെ പാർക്ക് ആൻഡ് സെയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾക്ക് ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് ഞാൻ ഒറ്റക്കും മാനൂസ് കാർ വേൾഡാണ് ഏറ്റെടുക്കുന്നത്. കാരണം അത് അവര് തന്നും അവരുടെതാണ് ബാധ്യത എന്ന് കൈമലർത്താനില്ല. അതുകൊണ്ട് തന്നെ മാനൂസ് കാർ വേൾഡ് പർച്ചേസ് ചെയ്യുന്ന ഒരു കാർ ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇത് ഓൾറെഡി നമ്മുടെ മാനൂസ് കാർ വേൾഡിൻ്റെ ആണ്. അപ്പോൾ ഇവർക്ക് ഓരോ 8ഓളം ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാറ്. ആദ്യം ഹിസ്റ്ററി എടുത്ത് നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തു. ഇനി എന്തെങ്കിലും വർക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ദൃഷ്ടിപ്പെടുന്നതാണെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്തിട്ട് നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കും. അതുകൊണ്ടാണ് നമുക്ക് 1 വർഷം വരെ വാറണ്ടി ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. സാധാരണ യൂസർ കാറിന് 1 വർഷത്തെ വാറണ്ടി തന്നെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ മനസ്സറിഞ്ഞ് പറഞ്ഞ് വാക്ക് പാലിച്ച് കൊടുക്കാൻ പ്രയാസമാണ്, കഴിയില്ല. അപ്പൊ അതാണ് നമ്മള് ട്രസ്റ്റ് എന്നുള്ളതാണ്. ഇത്രയും കൊല്ലമായിട്ട് മാനുക്ക പിടിച്ചു നോക്കും. പിന്നെ അതിന്റെ ഒരു അട്രാക്ഷൻ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡെഡ് സ്റ്റോക്ക് ഇല്ല എന്നുള്ളതാണ്. ഇല്ല, ഡെഡ് സ്റ്റോക്ക് സാധാരണ നോക്കുകയാണെങ്കിൽ അത്രയൊക്കെ ഉണ്ടാവും. നമുക്ക് എല്ലാ വാഹനങ്ങളും നമുക്ക് മാക്സിമം അപ്ഡേറ്റ് ആയിട്ട് മാറി മാറി വരുന്ന ഒരു ഷോറൂമാണ്. അതൊക്കെ ആ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും വാഹനങ്ങൾ ഇവിടെ കെടുക്കില്ല എന്നുള്ളതാണ്. ഒരു കസ്റ്റമർ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ ചില കസ്റ്റമർ വരുന്ന സമയത്ത് അവർക്ക് ഒരു മെൻറ്ററിങ് കൊടുക്കും. അവർക്ക് ഒരു കാറ് വേണമെന്നേ ഉണ്ടാവുള്ളൂ, ഏത് സെഗ്മെന്റിൽ എങ്ങനത്തത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവരെ കറക്റ്റായിട്ട് ഇരുത്തിയിട്ട് അവരുടെ ആവശ്യം എന്താണ്, അവരുടെ പർപ്പസ് എന്താണ്, അവർക്ക് പിന്നെ എങ്ങനെയാണ് അവരുടെ ഓട്ടം എങ്ങനെയാണ്, അതൊക്കെ ചോദിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ കാറുകൾ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്നാലോ അന്ന് എടുക്കാനില്ല, അവർക്ക് താല്പര്യമുള്ള എടുക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ കസ്റ്റമറെ കൂടെ നിന്നുകൊണ്ട് തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മള് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇൻട്രോ നമുക്ക് ഒടിച്ച് ലെങ്ത് ആയെങ്കിലും നിങ്ങളെ ഉപകാരപ്പെടുന്ന കാര്യം ആയതുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിയത്. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു ജമണ്ട മാനത്തിന് തുടങ്ങാലോ മാനിക്ക. അതാണ് നമ്മളെ ഫോർഡിന്റെ തിരിച്ചു വരവ് ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ടൈമാണ്. അടുത്ത ജനുവരി ഫെബ്രുവരിയിൽ ഫോർഡ് പ്ലാന്റ് ഓപ്പൺ ആയല്ലോ. അതായത് 7300 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്നാണ്. ജമണ്ടൻ തിരിച്ചു വരവാണെന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഫോർഡിന് നമുക്ക് ഇനി ഡിമാൻഡ് കൂടാന്ന് തന്നെ പറയാലോ മാനിക്ക. നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന ഏറ്റവും ന്യൂ ഫേസിൽ ഇറങ്ങിയിരുന്ന വാഹനം അല്ലെ. എങ്ങനെയായിരുന്നു മാനിക്കത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഫോർഡ് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ഫോർഡ് എൻഡോവറിന് അത്ര ഡിമാൻഡാണ്, അത്രയും ഫാൻസ് ഉള്ള ഫാൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഓടിച്ചു നോക്കിയാൽ ഒരുത്തിനും അത് വിടൂല. കാരണം ഇത് ഒരു ഇമോഷനാണ് ശരിക്കും ഈ ഫോർഡ് എൻഡോവർ. നമ്മളിവിടെ ഇതിനോട് കിടപിടിക്കാൻ ഫോർച്യൂണർ ഉണ്ട്, മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് എന്ന് പറഞ്ഞൊരു ഇമോഷനാണ്. അത് അത്ര ഒരു കാപ്പബിലിറ്റിയും കംഫർട്ടും അത്രത്തോളമാണ് നമുക്ക്. അതിലേറെ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പൊ നമ്മള് കിഡിലെ ഒരു ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മാനിക്ക അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഏറ്റവും അട്രാക്റ്റീവ് ആണ്. വെറും 67,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഇത് 2016 മോഡലാണ് വരുന്നത്. 16 മോഡല് കറക്റ്റ് കമ്പനി സർവീസ്. ഇത്രയും കാലം നമുക്ക് കിലോമീറ്റർ നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ആണ്, പ്ലസ് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്. എത്രയാണ് മാനിക്ക അതിന്റെ ചോദ്യം? നമുക്ക് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 23,25,000 രൂപ കൊടുക്കാൻ പറ്റും. അപ്പൊ ഒറിജിനൽ കേരള വാഹനമാണ്. അത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിനാണ് തരുന്നത്. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും മാനിക്ക? നമുക്ക് ഒരു 22 ലക്ഷം രൂപ വരെ ഇതിന് ലോൺ ചെയ്യാൻ പറ്റൂല. അടുത്ത നമുക്കൊരു കിഡ്ലം വാഹനമാണ്. അതും 7 സീറ്റർ തന്നെയാണ് വരുന്നത്. അതും പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഡീസലില് ഒരു 7 സീറ്റർ. ആളുകൾ എൻക്വയറി ചെയ്യുന്ന 7 സീറ്റർ തന്നെയാണ്. ഇത് നിലവിൽ നമ്മൾ കമ്പനിയിൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് അല്ലെ. മഹീന്ദ്ര SUV 700. അതും പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വൈറ്റ് ഫിനിഷിംഗ് വാഹനം. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, 7 സീറ്റർ ആണ്. ഓക്കെ. അപ്പൊ ചില ഈ വാഹനങ്ങൾക്ക് വേറെ പ്രത്യേകത ഉണ്ട്. ഇത് വിലന്റെ വേരിയേഷൻ ആളുകൾക്ക് മനസ്സിലാക്കില്ല. ഇത് 7 സീറ്ററും 5 സീറ്ററും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഡീസലും പെട്രോളും വരുന്നുണ്ട്. ഇത് X7 ആണ്. ഡീസലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, 7 സീറ്റർ ആണ്, ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീസൽ ഓട്ടോമാറ്റിക്കലി ചെറിയ കിലോമീറ്റർ പ്ലസ് നമുക്ക് 7 സീറ്ററും കൂടിയാണ് വരുന്നത്. സോ നല്ല കംഫർട്ടാണ്, നല്ല സ്പേഷ്യസ്, നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന AX7 7 സീറ്ററിൽ ഡീസലിൽ ലോ കിലോമീറ്റർ ഓടിയ വാഹനം. ഇത് ഓണർഷിപ്പ് സിംഗിൾ തന്നെ ഓണർഷിപ്പ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് 22,50,000 കൊടുക്കാൻ പറ്റും. 22,50,000 അല്ലേ. ഇതിന്റെ
ഫ്രഷിന് ഏകദേശം നമുക്കൊരു 30 ലക്ഷം രൂപ വരുന്നുണ്ട്. ഏകദേശം 8 ലക്ഷത്തിന്റെ ഡിഫറൻസ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. വരുന്നില്ല. ഏകദേശം നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഇതിന് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കൊടുക്കാം. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വാഹനം ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇല്ല, നമ്മളൊരു 7 സീറ്ററിലോട്ട് തന്നെയാണ് ഹുണ്ടായുടെ അൽക്കസാർ. നല്ല ഫീച്ചേഴ്സും അതേപോലെ തന്നെ നല്ല കംഫർട്ടും പ്ലസ് നമുക്ക് 7 സീറ്റർ. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 ആണ്. ഇത് ഡീസലാണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസാണ് ഞെട്ടിക്കുന്ന പ്രൈസ്. കാരണം ചെറിയൊരു പൈസക്ക് 7 സീറ്റർ തന്നെ, ഒരു ക്രെറ്റന്റെ പൈസക്ക് ഒരു അൽക്കാസാർ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത ഡീസൽ നമുക്കിപ്പോ നിലവില് ഈ ഒരു പനോരമിക്കൊക്കെ കമ്പനി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഡീസലിന് പനോരമിക്കും കിട്ടും. അത് നമുക്ക് നെട്ടിക്കുന്ന പ്രൈസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു അല്ലേ? ഒരു ശരിക്കും 2022 ക്രെറ്റക്ക് കൊടുക്കുന്ന പ്രൈസിന് നമുക്കിത് കൊടുക്കാൻ പറ്റും. 2022 ക്രെറ്റ കൊടുക്കുന്ന പ്രൈസിന് 14,50,000 രൂപയ്ക്ക് ഇതിന് നമുക്ക് കൊടുക്കാം. 7 സീറ്റർ ആണ്, ഡീസൽ ആണ്. അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ഡീസൽ വേരിയന്റ് കേട്ടോ. നല്ല കംഫർട്ടും ആണ് അല്ലെ? ഇത് എത്രയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 74,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര ഫുൾ ലോൺ ചെയ്യാൻ പറ്റും? ഫുൾ ലോണിന് നമുക്ക് ക്യാഷ് ബാക്കിന് കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. അതും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസലില് 7 സീറ്റർ വിത്ത് ക്യാഷ് ബാക്ക് കേട്ടോ. ഇത് നമുക്കൊരു പ്രീമിയം വെഹിക്കിളിലോട്ടാണ് പോകുന്നത്. ബെൻസ് എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ് വരുന്നത്? 2017 വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. 2016 മാനുഫാക്ചറിങ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. ഇത് നമുക്ക് ഏറ്റവും ഒരു ലോവസ്റ്റ് പ്രൈസ് ആണ്. 31 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓഫർ പ്രൈസിനാണ് ഒരു പ്രീമിയം വെഹിക്കിള്, അതും സിംഗിൾ ഓൺഷിപ്പ് വാഹനം, ഒറിജിനൽ കേരള വാഹനം. നമുക്ക് പിന്നെ ഒറിജിനൽ കേരള വാഹനം മാത്രമേ ഉള്ളൂ. കേരള വാഹനം ആക്സിഡന്റ്, ഫ്ലഡ് ആക്സിഡന്റ് ഇതേപോലെ വാഹനങ്ങളൊന്നും നമുക്ക് 1 വർഷം വാറന്റിയിലാണ് നമ്മൾ ഈ വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ തന്നെ 1 ഇയർ വാറന്റിയിൽ നമുക്ക് വാഹനങ്ങൾ ഉണ്ടാവും. ഇത് BM ഏതായിരുന്നു ഇത് സീരീസ്? 2016 വെറും 34,000 ഓടിയിട്ടുള്ളൂ. ഇതേപോലത്തെ വാഹനങ്ങൾക്ക് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരിക. ഇതൊരു 22,50,000 രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് സ്പോർട്സ് പ്ലസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് നല്ല ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് ഡിഫൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പിന്നെ ഒറിജിനൽ കേരള വാഹനങ്ങളാണ്. ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കയാണല്ലോ. അപ്പൊ നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോണും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അഗൈൻ നമുക്കൊരു Audi Q3 അതെ, ഇത് 2017 ആണ്. ഇത് 63,000 കിലോമീറ്റർ ഓടിയുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. Q3 പിന്നെ പ്രീമിയം ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്. ആക്സിഡന്റോ ക്ലെയിം ഒന്നുമില്ല. ഡീസൽ ഓട്ടോമാറ്റിക്കും കൂടെയാണ്. ഓക്കെ, ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഒറിജിനൽ കേരള, അതും പ്രീമിയം ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സുകൾ കുറെ വന്നിട്ടുണ്ട്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 21 ലക്ഷം രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 21 ലക്ഷം രൂപ അത് ഫൈനൽ റേറ്റ് ആണ്. അത് നമുക്ക് പിന്നെ മാക്സിമം ലോണും ചെയ്യാം. വീണ്ടും അഗൈൻ നമുക്കൊരു Audi തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇതിന് ആദ്യമേ പറയട്ടെ, അതായത് ഒരു ചെറിയൊരു ക്രെറ്റ ഇതേപോലത്തെ ഒരു എടുക്കുന്ന ഒരു ആളുകൾക്ക് ഒരു പ്രീമിയം കാറ് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അതായത് നമുക്ക് ഒരു SUV ഒക്കെ വാങ്ങുന്ന പ്രൈസിനാണ് നിങ്ങൾ തരാൻ പോകുന്നത്. അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞാണെങ്കിൽ 11 ലക്ഷം രൂപക്കാണ് ഇത് കൊടുക്കുക. 2013 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്, ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലാത്ത ഈ വാഹനം ഡീസൽ ഓട്ടോമാറ്റിക്കൽ വരുന്ന ഒരു 11 ലക്ഷം രൂപക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നിലവിലിപ്പോ ഒരു സബോമീറ്റർ SUV സോണറ്റ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു പ്രൈസിലാണ് നമുക്കൊരു Audi നമുക്ക് തരാൻ പോകുന്നത്. വെറും 11 ലക്ഷം രൂപക്ക് ഓഫർ പ്രൈസിന്. അതും ഒറിജിനൽ കേരള വാഹനം അല്ല? ഇത് നമുക്കൊരു കിഡ്ലം വാഹനമാണ്. ചെറിയ പ്രൈസിന് ഒരു SUV ഒക്കെ നോക്കുന്നവർക്ക് ഒരു കിഡ്ലം റെനോയുടെ കൈകർ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല്? 2021. ഇതൊക്കെ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണ്. വാഹനമാണ്. ഓക്കെ, ഏറ്റവും ഡോൾ ടൂൺ ആണ്. എല്ലാം കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ്. ഓട്ടോമാറ്റിക് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല കംഫർട്ട് ആയിട്ട് ഇപ്പൊ കൂടുതൽ ആളുകളും നോക്കുന്ന ഓട്ടോമാറ്റിക് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ 35,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റെനോ കൈഗർ. ഇത് പെട്രോൾ മാത്രം ഇറങ്ങിയിട്ടുള്ള, സോ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. അത്യാവശ്യം മൈലേജ് കിട്ടും. നല്ലൊരു ഫാമിലിക്ക് നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 6,10,000 രൂപ കൊടുക്കാം. ഒരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് ഒരു സബോമീറ്റർ സ്റ്റോവില്ല ഏകദേശം നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ തീർച്ചയായും ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു സെഡാൻ നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനമാണ്. നമുക്ക് റാപ്പിഡ് ഇല്ല, സ്കോഡ് ഫോക്സ് വാഗൻ വെന്റോ അല്ലേ? അത് വെന്റോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? പിന്നെ 2016 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ നല്ല കംഫർട്ട് ആണ്. കാരണം നമുക്ക് ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. അതും ചെറിയൊരു പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം അല്ല?
ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ്. ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ നല്ല മൈലേജ് ഒക്കെ കിട്ടും. നല്ല അതേപോലെ പെർഫോമൻസും പക്കയായിരിക്കും വണ്ടിയില. എത്ര ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 6,4 കൊടുക്കാൻ പറ്റും. ചെറിയൊരു പ്രൈസിന് വലിയൊരു വാഹനം, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇതിന് അതിനൊക്കെ ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഇതും ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും, ഡീസൽ ഓട്ടോമാറ്റിക്. സെയിം വീണ്ടും നമുക്ക് ഒരു ജെറ്റ് അല്ലെ, പ്രീമിയം കാറാണ് ആഗ്രഹിക്കണമെങ്കിൽ ഇത് 2012 ആണ്. ഈ 2012 എന്ന് പറഞ്ഞിട്ട് അറിയില്ല, വെറും 57,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത്രയും കിലോമീറ്റർ അപ്പൊ നമുക്ക് ഓരോ കൊല്ലത്തിന് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ്. അത് കണ്ണൻ ദേവന്റെ വണ്ടിയാണ്. കണ്ണൻ ദേവന്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും RC ഉള്ളത്. അപ്പൊ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം നമുക്ക് കണ്ണൻ ദേവന്റെ പേരിലാണ് ഇതിന്റെ RC ഇപ്പോഴുള്ളത്. ഇത് തന്നെ ലോ കിലോമീറ്റർ ഓടിയ ഈ വാഹനം നമുക്ക് ചെറിയൊരു പ്രൈസിന്, അതായത് നമുക്കൊരു നല്ലൊരു പാർട്ടി വരാന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 6,10,000 രൂപക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഒരു പ്രീമിയം വണ്ടി നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിന് കിട്ടും. എത്ര നമ്മൾ പിന്നെ ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് ഒരു 5 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് എഗെയിൻ വീണ്ടും ഒരു ഫോക്സ് വാഗന്റെ വെൻഡോ തന്നെയാണ്. ഓട്ടോമാറ്റിക് തന്നെയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. അത് 2017 ആണ്. ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ ഡീസൽ ഓട്ടോമാറ്റിക് പരിചയപ്പെട്ടു. ഇനി പെട്രോൾ വേണമെന്നുള്ളവർക്ക് നമുക്ക് പെട്രോൾ വണ്ടി കൂടി ഉണ്ട്. അടിപൊളി കളറാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? നമുക്ക് ലാസ്റ്റ് ഒരു 5,90,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 2017 ഡീസൽ ഓട്ടോമാറ്റിക് വെൻഡോ. ഇതിനൊക്കെ ഫുൾ ലോണും അവൈലബിൾ ആണ്. പെട്രോൾ ആണ്, അതുകൊണ്ട് മറ്റു കാര്യങ്ങളും ബാധ്യതകളൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ലോ മെയിൻ്റനൻസിൽ നല്ല പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു വാഹനം അല്ലേ. ഇതിനൊക്കെ നമുക്കൊരു സിറ്റി അല്ലേ, 4th ജനറേഷൻ ആണ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു ജനറേഷനൊക്കെ പ്രത്യേകത നല്ല മൈലേജ്, അതേപോലെ തന്നെ വളരെ നല്ല കംഫർട്ട്, ലോ മെയിൻ്റനൻസ് വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയാണ് മാനിക്ക ഡീറ്റെയിൽസ് വരുന്നത്? 2017 മോഡലാണ്. 36,000 കിലോമീറ്റർ ആണ് ഓടിയുള്ളത്. ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത്രയും കാലം ലോ കിലോമീറ്റർ ആണ്. നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ചെറിയൊരു പ്രൈസിന് കൊടുക്കുകയും ചെയ്യാം. അതിനൊക്കെ എത്ര രൂപ കൊടുക്കാം നമുക്കിത്? ഇതിന് നമുക്ക് ഫൈനലായിട്ട് നമുക്കൊരു 6,95,000 രൂപക്ക് കൊടുക്കാം. മാക്സിമം പൊട്ടിച്ചിട്ടുള്ള റേറ്റ് ആണ്. മാക്സിമം പൊട്ടിച്ചിട്ടുള്ള, അതായത് സെഡാനുകളൊക്കെ ഏതൊരു പ്രീമിയം ലെവലില്, സെമി പ്രീമിയം ലെവലിൽ വരുന്ന വാഹനങ്ങളാണ്. ഒക്കെ നമുക്ക് 7 ലക്ഷത്തിന് താഴെ ഒരു 6 സംതിങ്ങിനാണ് തരുന്നത്. എത്ര രൂപയാണ് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഇതും ഫുൾ ലോൺ അല്ലേ. ഇനി ഇതിന്റെ ഒന്നുകൂടെ കുഞ്ഞനുജൻ നോക്കുന്നവർക്ക് നമുക്ക് അമേസിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മോഡൽ വരുന്നുണ്ട്. അതും കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്, ഡീസൽ വേരിയന്റ് ആണ്. ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ഡ്രൈവില് 24 വരെയൊക്കെ മൈലേജ് കിട്ടും. അതുകൊണ്ട് നമുക്കൊരു ഫാമിലിക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് അല്ലേ. മാനൊക്കെ എങ്ങനെയായിരുന്നു മോഡൽ? 2018 ആണ്, 19 രജിസ്ട്രേഷൻ ആണ്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് 6,10,000 രൂപക്ക് നമുക്ക് ആരുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റും. 6,10,000 അല്ലേ, അതും ഫുൾ ആണ്. അതായത് 2019 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ ആക്സിഡന്റ് ഇല്ലാത്ത ഈ വാഹനം 6,10,000 രൂപക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അതിന്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ആക്സിഡന്റ് ഒന്നും ആയിട്ടില്ല. എന്തോ സാധനം വീണതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി കംപ്ലീറ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. സാധാരണ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ ലിവ നിന്നപ്പോൾ കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അമേസ് ആണ്. കാരണം നമുക്ക് നല്ല മൈലേജ് കിട്ടും. നല്ലൊരു ഫാമിലിക്ക് ഒരു അടിപൊളി അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അല്ല. ഇത് നമുക്ക് തവണ ഒരു എക്കോ സ്പോർട്ട്, അതും ബ്ലാക്കില്. കാരണം നമുക്ക് എക്കോ സ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കിടിലൻ ഓപ്ഷൻ ആണ്. അതേപോലെ തന്നെ നല്ല ബോഡി വെയിറ്റും നല്ല മൈലേജും നല്ല കംഫർട്ടും കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മാനിക്ക ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 ആണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ടൈറ്റാനിയം ആണ്, ഡീസൽ വണ്ടി കൂടിയാണ്. ഡീസലാണ്. ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് ഒരു 7,10,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് മാക്സിമം ലോണും ഇതിന് അവൈലബിൾ ആണ്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സബോമീറ്റർ XUV നോക്കുന്ന ആളുകൾക്ക് ഇത് ഏറ്റവും പെർഫെക്റ്റ് ആണ്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. അടുത്ത നമുക്ക് ക്രെറ്റ നോക്കുന്നവർക്ക് ഒരു സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ, അതും ഫുൾ ബ്ലാക്കില്. എങ്ങനെയായിരുന്നു മാനിക്ക അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2019 ആണ്. ഇത് 2019 XS ആണ്. ഇത് പെട്രോൾ ആണ്. ഇത് ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. മാനിക്ക ഇതിന്റെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 77,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ആണോ വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ് ആണ്. 75,000 കിലോമീറ്റർ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 80,000 രൂപക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കാം. ഫുൾ ലോണിലും ഉണ്ടാവും. അതും ചെറിയ കിലോമീറ്റർ. 2019 മോഡൽ വണ്ടി ഫുൾ ലോണിൽ കേട്ടോ. ഇത് നമുക്കൊരു MG ഒരു ആസ്റ്റർ വരുന്നുണ്ട്. സോ നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതും അഡാസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2024 കാർ ഇറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ 23,000 കിലോമീറ്റർ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, മോഡൽ കൂടിയ ഒരു അടിപൊളി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള അടിപൊളി വാഹനം അല്ല. ഇത് നമുക്ക് ഫൈനലായിട്ട് 12,25,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 12,25,000 അല്ലേ, ഒരു ബെസ്റ്റ് പ്രൈസിനാണ്. നമുക്ക് ഒരു പുതിയ വാഹനമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലക്ഷങ്ങൾ നമുക്ക് സേവ് ചെയ്യാം. അത് ലോ കിലോമീറ്റർ കൂടിയ മോഡൽ കൂടിയ. ഇവിടെ നമുക്ക് കമ്പനി വാറണ്ടി വരെ ഉണ്ടാവില്ല. വാറണ്ടി ഉണ്ടാവും. നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ കേട്ടോ.
ഇതിനൊക്കെ നമുക്കൊരു സെൽറ്റോസ് ന്യൂ എംബ്ലൊക്കെ വരുന്ന ഒരു ഡുവൽ ടൂണിൽ വരുന്ന ഒരു അടിപൊളി വാഹനം 10 നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീസൽ വേരിയന്റ്. എങ്ങനെയായിരുന്നു മോഡൽ? 2022 HTK പ്ലസ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് കൂടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സോ നല്ല കംഫർട്ടും ഡീസൽ സ്റ്റാർട്ട് എല്ലാം വരുന്നതാണ്. ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 13,90,000 രൂപക്ക് നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാം. 13,90,000 ഓഫർ പ്രൈസ് ആണ്. അതും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇത്തവണ ഓട്ടോമാറ്റിക് ആയി ഡീസലും ആയില്ല. ഇതിന്റെ അഗൈൻ നമുക്കൊരു ചെറിയൊരു വാഹനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കമ്പാരിറ്റീവ് അത്യാവശ്യം വലിയൊരു വാഹനമാണ്. നമുക്ക് ഇവിടുത്തെ വാഹനങ്ങൾ നോക്കുമ്പോൾ ഇത് ചെറുതാണ്. എന്നാൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള മാരുതിയുടെ ഫ്രോങ്സ് നമുക്കൊരു കിഡ്ലം വാഹനം വന്നിട്ടുണ്ട്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ് വരുന്നത്? 2024 ഡെലിവറി ചെയ്തിട്ടില്ല. ഇത് 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാറന്റി ആണ്. കമ്പനി വാറന്റി അവൈലബിൾ ആണ്. കമ്പനി വാറന്റി ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാം. കമ്പനി വാറന്റി നമുക്ക് ഇവിടുത്തെ വാറന്റി വേണമെങ്കിൽ അഡീഷണൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ 2 വാറന്റിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം. കമ്പനി പോയാൽ നമുക്ക് ഇങ്ങനെ 2 വാറന്റി കിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു വാഹനം ഇതിന്റെ? ഇത് നമുക്ക് 8,25,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോണും കൊടുക്കാം. 8,25,000. പുതിയ ഒരു കാർ വാങ്ങുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു വർത്താനം, നല്ലൊരു ഓപ്ഷൻ തന്നെ പറയാം. ഇതിന് എഗെയിൻ നമുക്ക് വീണ്ടും ഒരു MGയുടെ വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. നേരത്തെ ആസ്ട്ര ആയിരുന്നെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ അതിലേറെ ഫീച്ചേഴ്സും സ്പേസും വരുന്ന ഒരു വാഹനമാണ് MGയുടെ എക്ടർ അല്ലേ? അതെ, എക്ടർ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്, ഷാർപ്പാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 4 മാസമാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. മാനുഫാക്ചറിങ് 2022 ആണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഡീസലും ആണ്. അതെ. സോ നമുക്ക് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് മൈലേജ് കൂടി പരിഗണിക്കുന്നവർക്ക് നല്ല മൈലേജും കിട്ടുന്ന ഒരു ഡീസൽ വേരിയന്റ് വാഹനം അല്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന്റെ പ്രൈസ് നമുക്ക് ഫൈനലായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമുക്കൊരു 15.5 ലക്ഷം രൂപ കൊടുക്കാം. 15.5 ലക്ഷം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റൂല. വീണ്ടും നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി സെൽറ്റോസ് നമുക്ക് വീണ്ടും വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മാനുക ഇതിന്റെ മോഡൽ? 2020. ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ 2020 GT ലൈൻ ആണ്. GT ലൈൻ സ്പെഷ്യൽ എഡിഷൻ ആണ് വരുന്നത്. സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇത് പെട്രോൾ ആണ്. ഇത് നമുക്ക് ലാസ്റ്റ് നമുക്കൊരു 10,70,000 സോറി 10,75,000 രൂപ നമുക്ക് 10,75 അപ്പൊ സെൽറ്റോസ് ആണെന്ന് ഓർക്കണം. നമുക്ക് എത്രയും പ്രൈസ് റേഞ്ചില് നല്ലൊരു ഓഫർ പ്രൈസിലാണ് സെൽറ്റോസ് തരുന്നത്. 10,75,000 രൂപക്കാണ് ഒരു ഫുൾ ബ്ലാക്കിൽ GT ലൈൻ വരുന്ന ഒരു അടിപൊളി സെൽറ്റോസ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റൂല. എഗൈൻ നമ്മൾ വീണ്ടും പോകുന്നത് ഒരു കിഡ്ലം വാഹനത്തേക്കാണ്. അതായത് നമുക്ക് നേരെ ഇതിന്റെ ഒരു കുഞ്ഞരിജൻ എന്ന് പറഞ്ഞാൽ സബ്ബോമീറ്റർ SUV ആയിട്ട് നമുക്ക് കേടെ ഒരു സോണറ്റ് വരുന്നുണ്ട്. അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് GT ലൈൻ തന്നെയാണ്. സോ നമുക്ക് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന ഒരു ഒതുങ്ങിയ ഒരു ഫാമിലിക്ക് പറ്റുന്ന നല്ല അടിപൊളി വാഹനം. ഇതെങ്ങനെയാണ് മാനിക്ക ഡീറ്റെയിൽസ് വരുന്നത്? ഇത് GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നല്ല മൈലേജും ഉണ്ടാവും, നല്ല കംഫർട്ടും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് ആണോ വരുന്നത്? അതെ. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 10,10,000 രൂപ. 10,10. ഇത് ഓഫർ പ്രൈസ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് എന്നും താറില്ല എന്നുള്ള പോലെ തന്നെ 2 താറുകൾ കൂടി നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ആ ടോപ്പില് അതും ഫുൾ ബ്ലാക്കിൽ 2 വാഹനങ്ങളാണ്. അപ്പൊ ഇതെങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ്? 2022 ആണ്. 60,000 കിലോമീറ്റർ ഓടി. 60,000 കിലോ. ഓട്ടോമാറ്റിക് ആണോ? ഡീസൽ ഓട്ടോമാറ്റിക്. 15,400 നമുക്ക് കൊടുക്കാൻ പറ്റും. 15,400 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇതിലൊക്കെ നോക്കി നല്ല കിടുവാണ്. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും മാനിക്ക? അത് ഇത് നമുക്ക് ഒരു 14,500 ലോൺ ചെയ്യാൻ പറ്റും. ഒരു ഒന്നൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ല. അടുത്ത് വീണ്ടും നമുക്കൊരു താറ് തന്നെയാണ്. 2022 ആണ്. 2022 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള മാനുവൽ ആണ് അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമ്മള്? ഇതിന് നമുക്ക് ഒരു 13,500 ഇത് കൊടുക്കാൻ പറ്റും. ഏകദേശം നമുക്ക് ഒരു 1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അത് നമുക്ക് ഒരു 7 സീറ്റർ ആണ്. എന്നാൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് മഹീന്ദ്ര ബൊലേറോന്റെ സ്പെഷ്യൽ എഡിഷൻ ആണ് നിയോ എന്ന് പറഞ്ഞ മോഡൽ. എങ്ങനെയായിരുന്നു മാനിക്കത്തിന്റെ ഡീറ്റെയിൽസ്? N10 ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. 2022 ആണ്. 2022 ഏറ്റവും ടോപ്പിന്റെ ഡീസലില് 7 സീറ്റർ. ഒരു 15-16 മൈലേജും കിട്ടും. നമുക്ക് പവർ പ്ലസ് എഞ്ചിനാണ് വരുന്നത്. നല്ല കംഫർട്ടാണ്, നല്ല ബോഡി വെയിറ്റ് സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള ഒരു അടിപൊളി വാഹനമാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു മാനിക്ക? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 8,40,000 രൂപ. 8,40 ഒരു ഓഫർ പ്രൈസ്. പിന്നെ ഫുൾ ലോൺ നമുക്ക് വാഹനം ചെയ്യും ചെയ്യാം. നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസുകൾ ഉണ്ട്. അപ്പോൾ ഇയർ എൻഡിങ് ഒക്കെ ആവുന്നതിന് മുമ്പേ നമുക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷനുകൾ മറക്കണം. മലപ്പുറം ജില്ലയിൽ വള്ളോമ്പുറത്താണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് മാനുക സൈനിങ് ഓഫ്.